പയർ ആദ്യം വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് പയറെടുത്തിട്ടുള്ളേ. കുറേ പയറിട്ടപ്പോൾ ആരും കഴിക്കില്ല. അത് കാരണം കൊണ്ട് കുറച്ച് പയറെടുക്കുന്നുള്ളൂ. ഒരു പിടിയെന്ന് തന്നെ പറയാം. കറക്റ്റ് ഒരു കഷ്ടി ഒരു പിടി എടുത്തിട്ടുള്ളൂ. ഒരു കായ, പച്ചക്കായ, നേന്ത്രക്കായ ആയാലും കുഴപ്പമില്ല, സാധാരണ വണ്ണങ്കായ ആയാലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ വണ്ണങ്കായ എടുത്തിരിക്കണേ. വണ്ണങ്കായ ഇവിടെ കിട്ടുള്ളൂ, അതുകൊണ്ടാണേ. നേന്ത്രക്കായ ആണെങ്കിൽ ഇനിയും ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് പയർ നന്നായി വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് കായ അരിഞ്ഞിട്ടിട്ട് നമ്മൾ കുറച്ച് മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. പയർ വേവിക്കുമ്പോൾ ഒന്നും ഇടണ്ട കേട്ടോ, ഉപ്പൊന്നും ഇടണ്ട. എന്നിട്ട് വേവിച്ചെടുത്തതിന് ശേഷം നാളികേരവും ജീരകവും കൂടി അരയ്ക്കും. അതിൽ ശർക്കര നാളികേരം മതി കേട്ടോ. അരച്ചതിലേക്ക് ഒഴിച്ചിട്ട് വെളിച്ചെണ്ണയിൽ കടുകും മുളകും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടിയിട്ട് മൂപ്പിച്ച് അതിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ കായപ്പേരി റെഡി. പിന്നെ നമ്മുടെ പൊട്ടാറ്റോ മെഴുക്കുവരട്ടി. നമ്മളെ ഫിംഗർ ചിപ്സ് പോലെ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിന് കട്ട് ചെയ്യണ പോലെയാണ് ഞാൻ പൊട്ടാറ്റോ ചെറുതായിട്ടൊരു ഡിഫറെൻ്റായിട്ട് ഇരുന്നോട്ടെ വിചാരിച്ച് ചെയ്തതാണ്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് അറിയാം കേട്ടോ, ടേസ്റ്റൊക്കെ ഒന്ന് തന്നെയായിരിക്കും. അങ്ങനെ അരിഞ്ഞിട്ടാണ് ഞാൻ മെഴുക്കുവരട്ടി ഉണ്ടാക്കിയത്. സാധാരണ ഉള്ളിയും മുളകും കൂടി കുത്തിക്കാച്ചിട്ട്, ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും മുളക് കുത്തിക്കാച്ചിയതും കരിവേപ്പിലയും വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിട്ട് അതിലേക്ക് ഈ പൊട്ടാറ്റോ എടുത്തിട്ട് മഞ്ഞൾപ്പൊടി, വേണമെങ്കിൽ കശ്മീരി ചില്ലി ഇടാം, ചില്ലിയുടെ പൗഡർ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ. കളറിന് വേണ്ടിയിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ചേർത്തിട്ടുണ്ട്. പൊട്ടാറ്റോ മെഴുക്കുവരട്ടി അടച്ചു വെച്ച് വെന്ത് കഴിഞ്ഞാൽ പൊട്ടാറ്റോ മെഴുക്കുവരട്ടി റെഡി. പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നുണ്ട്. ചിക്കൻ ഫ്രൈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ് കേട്ടോ. അതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് ഓൾറെഡി, അതുകൊണ്ട് ഞാനത് പറയണില്ല. വെറുതെ ഫ്രൈ ചെയ്തെടുക്കണം. അതിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ സൈഡായിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് അച്ചാറും കൂടി കൂട്ടിയിട്ടാണ് ചോറ് ലഞ്ച് കഴിക്കണത് കേട്ടോ. ഇതാണ് ഒരു ദിവസത്തെ ലഞ്ച് ഞാൻ ഉണ്ടാക്കിയതാണ്. ഇന്നത്തെ ലഞ്ചിനൊന്നും പറയണില്ല, കാരണം കുറച്ച് ദിവസം മുമ്പ് ഞാൻ എടുത്തു വെച്ച വീഡിയോ ആണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഉണ്ടാക്കിയ ലഞ്ചാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു ദിവസം ഞാൻ ഉണ്ടാക്കിയ ലഞ്ച് ഞാനൊരു വീഡിയോയ്ക്ക് എടുത്തു വെച്ച് ലഞ്ച് വ്ളോഗ് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണേ, അഭിപ്രായങ്ങൾ അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ചാനൽ കാണുന്ന ആൾക്കാരൊന്നും സബ്സ്ക്രൈബ് ചെയ്യണില്ല. സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ എല്ലാവരും, ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം. ഓക്കെ. പിന്നെ ഇനിയും വീഡിയോസ് ഇടാൻ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ കായക്കറി ഉണ്ടാക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ, ഉണ്ടാക്കുന്ന ആൾക്കാരായിരിക്കും കൂടുതൽ, ഉണ്ടാക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്. കുറച്ച് വെള്ളത്തോർക്കാണ് ഞാൻ ഉണ്ടാക്കിയത്. വെള്ളം ഇല്ലാണ്ട് അധികം കുറച്ച് കട്ടിയിൽ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാവും കേട്ടോ. ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയൂ കേട്ടോ. പിന്നെന്താണ്, വേറെ ഒന്നുമില്ല. ശരി എന്നാ വെച്ചാൽ. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ. Thank you so much. Thank you.